ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് വന്നൊരു പെട്ടി അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയാലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഈ പെട്ടി പാക്ക് ചെയ്യുക, പെട്ടി പൊട്ടിക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു ചടങ്ങാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വന്നൊരു പെട്ടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ ചക്ക വറുത്തത്, ചിപ്സ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തുവിട്ട സാധനങ്ങളാണ്. ഇത് കൊളത്താട പയർ, ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകം കൃഷി ചെയ്യുന്ന ഒരു പയറാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനമാണ്. പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇതിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കാനഡയിലെത്തി 2-3 വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയാകുന്നുള്ള ഒരു ചിന്തയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ നമ്മുടെ നാട്ടിലെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിക്കുന്ന ഒത്തിരി പൊടികൾ. ഞാൻ യൂഷ്വലി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊടികൾ തന്നെയാണ് അധികവും കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. ഇവിടുന്ന് മേടിക്കുന്നത് കുറവാണ്. അധികവും നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പൊടികളാണ് എപ്പോഴും യൂസ് ചെയ്യുക. ഇത് നമ്മുടെ വാളംപുളി, കോവക്ക അരിഞ്ഞ് വെയിലത്ത് ഉണക്കിയത്. ഇനി ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. കാരണം ഇത് ഉണക്കമീനാണ്. പക്ഷെ ഇത് നാട്ടിൽ നിന്നുള്ളതല്ല, ലക്ഷദ്വീപിൽ നിന്നുള്ളതാണ്. അച്ഛയും അമ്മച്ചിയും ഈ അടുത്ത് ലക്ഷദ്വീപിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവർ അന്നേരം മേടിച്ച് എനിക്ക് വേണ്ടിയുള്ളത് പ്രത്യേകം എടുത്തു വെച്ച് ഇപ്പോൾ കൊടുത്തു വിട്ടതാണ് ഈ ഉണക്കമീൻ. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാ നാട്ടിലും ഇതുണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ വയനാട്ടിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് തുറമാങ്ങ. മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കി മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. ഈ ഇടയായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് എപ്പോഴും കൊണ്ടുവരാറുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഓൾമോസ്റ്റ് ഒത്തിരി സാധനങ്ങൾ ഞാൻ ഈ അടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്കില്ലാത്ത കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഇത് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച്, സ്പൂൺ, ഇതൊക്കെ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ. ഇത് സ്പെഷ്യലായിട്ട് എനിക്ക് കൊടുത്തു വിട്ട ഉണ്ണിയപ്പച്ചട്ടി. ഒരു ലോഡ് ഫിംഗർ ക്യാപ്പ്. ഇത് നമ്മുടെ മലയാളികളുടെ ദേശീയ മരുന്ന് പാരസെറ്റമോൾ. പിന്നെ നാട്ടിൽ നിന്നുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ. ഒരു പാദസരം, ഓണത്തിനൊക്കെ ഇടാനായിട്ട് കുറച്ച് ജ്വല്ലറി, സേഫ്റ്റി പിൻ, കമ്മൽ, കളഭം, പിന്നെ വീണ്ടും കുറച്ച് മാലയും സാധനങ്ങളും ഒക്കെ. നമ്മുടെ നാട്ടിലെ കുറച്ച് കൊന്ത, കുരിശ് സാധനങ്ങളൊക്കെ. ഇത് ജെറുസലേമിൽ പോയപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ട് കൊടുത്ത ഒരു കൊന്തയായിരുന്നു. ബാക്കി ഒരു ലോഡ് തുണികളുണ്ട്. ആദ്യം 1-2 ബെഡ്ഷീറ്റുകൾ. ഇതിവിടെ നമ്മുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഉള്ള ഒരുപോലത്തെ കുറച്ച് മുണ്ടുകൾ. ഇത് നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച കുറച്ച് സാരി ബ്ലൗസുകളൊക്കെയാണ്. അമ്മച്ചി സ്പെഷ്യലായിട്ട് സ്വന്തം ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഡ്രസ്സുകളും ടോപ്പുകളും ഒക്കെയാണ്. ഇതൊക്കെ എൻ്റെ ചേച്ചിയും നാട്ടിൽ എൻ്റെ അമ്മമാരൊക്കെ കൂടി കൊടുത്തുവിട്ട സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെയും മേടിക്കുമെങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിടുമ്പോൾ അതെല്ലാം കുറച്ച് സ്പെഷ്യലാണ് നമുക്ക്. യൂഷ്വലി ഇതുപോലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ ഞാൻ കൊണ്ടുവരാറുണ്ട്. നാട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഇവിടെ നിന്നും കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇപ്രാവശ്യം ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത്. ഇത്രയും സാധനങ്ങൾ എനിക്ക് പാക്ക് ചെയ്ത് സേഫായിട്ട് കൊടുത്തു വിട്ട വീട്ടുകാർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി എടുത്തു വെക്കട്ടെ. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Hope you guys like this video and see you soon in another videos. Thank you for watching. Bye. അയ്യോ തുടങ്ങല്ലേ നിർത്തുന്നു. അല്ല
അയ്യോ അതാരും എടുത്തു രേഖപ്പെടുത്തുന്നു. നന്ദി നമസ്കാരം. സ്വന്തമായിട്ട് 2 ചെറുത്. ഓക്കെ യൂഷ്വലി ഞാൻ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.